ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൂന്തൽ പൊള്ളിച്ചത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കൂന്തളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 2 സവാള, 1 തക്കാളി, കുറച്ച് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമുക്കിതെല്ലാം ക്രഷ് ചെയ്തെടുക്കാം. ഇതിവിടെ ക്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. 1 കിലോ കൂന്തലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനെപ്പോഴും കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വേപ്പിലയും എല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് വാഴയിലയൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്ത് ഒരു വലിയ സൈസിലുള്ള ഒരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി 2ആക്കിയിട്ട് ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ വാഴയിലയാണ് എടുത്തേക്കുന്നത്. അത് വാട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ വഴറ്റുന്നതിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് വാടി കിട്ടും. പിന്നെ അതുകൂടാതെ ആ ഒരു വാഴയിലയുടെ ഫ്ലേവർ ആ വഴറ്റുന്നതിലേക്കൊക്കെ പിടിക്കും കേട്ടോ. ഇത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ 3 സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, പിന്നെ ഗരം മസാല 2 സ്പൂൺ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ പൊടികളുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇതിപ്പം നമ്മൾ പൊടിയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞപ്പം കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഴയില വെച്ച് അടച്ച് അതിൻ്റെ മുകളിൽ മൂടിയിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വാഴയിലയുടെ സ്മെല്ലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി കിട്ടും. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലാണ്. ഇത് കൂന്തൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വറ്റി വരണ്ട് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. തേങ്ങാപ്പാലൊക്കെ എല്ലാം നല്ല ഒരു മീറ്റിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് വാഴയിലയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ വാഴയിലയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
ഈ വാഴയില ഒന്ന് പൊള്ളിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് തന്നെ ഒരു സൈഡും മറ്റേ സൈഡും ഒരു 5 മിനിറ്റ്, അങ്ങനെ ഒരു 10 മിനിറ്റോളം ഇത് ഇങ്ങനെ പൊള്ളിച്ചെടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഈ വാഴയില ഒന്ന് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വരും. ആഹാ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.